മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ന് വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പുതുക്കിയ GST സ്ലാബുകൾ നാളെ നിലവിൽ വരാനിരിക്കെയാണ് മോദി അഭിസംബോധന ചെയ്യുന്നത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, നാളെയാണ് പുതിയ GST സ്ലാബുകൾ നിലവിൽ വരാൻ പോകുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം പുറത്തു വരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വരുന്നത്. അതായത് വൈകിട്ട് 5 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഇന്ന് അഭിസംബോധന ചെയ്യുമെന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. നാളെ GST പുതിയ സ്ലാബ് നാളെ നിലവിൽ വരാനിരിക്കുകയാണ്. അതായത് 4 സ്ലാബ് ഉണ്ടായിരുന്ന GST ഇപ്പോൾ 2 സ്ലാബുകളാക്കി കുറച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാളെ നിലവിൽ വരികയാണ്. GST സ്ലാബുമായി ബന്ധപ്പെട്ടുള്ള ഈ വെട്ടിക്കുറച്ച സ്ലാബുകൾ നാളെ നിലവിൽ വരികയാണ്. അതുമായി ബന്ധപ്പെട്ടാണോ ഇദ്ദേഹം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാജ്യത്ത് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് കൂടുതൽ വ്യക്തമാകേണ്ടത്. ഒപ്പം തന്നെ H1B വിസയും കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ H1B വിസ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പുറത്തു നിന്നുള്ള ജോലിക്കാർക്ക്, അതായത് അമേരിക്കയിലേക്ക് വരുന്ന പുറത്തു നിന്നുള്ള ജോലിക്കാർക്ക് 1 ലക്ഷം രൂപ വാർഷിക ഫീസ് ഈടാക്കുന്നതാണ് ഈ H1B വിസ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അദ്ദേഹം സംസാരിക്കുക എന്നത് സംബന്ധിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നാളെ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യും. ഈ അമേരിക്കയുമായുള്ള ഈ വ്യാപാര ബന്ധത്തിൻ്റെയുമായി ബന്ധപ്പെട്ട് ഈ വ്യവസായ മന്ത്രി നാളെ അമേരിക്കയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും അവസാനം മോദി ഓപ്പറേഷൻ സിന്ദൂറിലാണ് ഈ ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമല്ല. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ GST വിഷയമുണ്ട്. ഒപ്പം തന്നെ H1B വിസയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. ഒപ്പം തന്നെ ഈ അമേരിക്കൻ വ്യാപാര കരാറുമായിട്ടുള്ള വിഷയമുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് രാജ്യത്തോട് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് രാജ്യത്തോട് മോദി പറയാൻ പോകുന്നത് എന്നുള്ള സംബന്ധിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ ദീപാവലിയോടനുബന്ധിച്ച് അദ്ദേഹം നേരത്തെ സ്വാതന്ത്ര്യദിന ആശംസാ പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. ദീപാവലിയുമായി ബന്ധപ്പെട്ട് ദീപാവലിയോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാവർക്കും ഒരു സമ്മാനം നൽകുമെന്ന് മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് തന്നെയായിരിക്കാമെന്നാണ് സൂചന. അതായത് ഈ GSTയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഈ GSTയിൽ ഇപ്പോൾ 4 സ്ലാബ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 2 സ്ലാബായി കുറയ്ക്കുകയാണ്. അത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഗുണകരമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് തന്നെയായിരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ H1B വിസ, ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് H1B വിസ. കാരണം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇത് പുതുതായി വരുന്നവരെ മാത്രമാണ് ബാധിക്കുന്നത്, അല്ലാതെ അവിടെ ഉള്ളവരെയും അത് വിസ പുതുക്കുന്നവർക്കും ഇത് ബാധകമല്ല എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും എന്തായിരിക്കും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ H1B വിസയെ സംബന്ധിച്ചാണോ അദ്ദേഹം പറയുന്നത് എന്ന് തന്നെ അറിയണം. ഒപ്പം തന്നെ അമേരിക്കയിലെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് വ്യാപാരമന്ത്രി പീയൂഷ് ഗോയൽ നാളെ അമേരിക്കയിലേക്ക് തിരിക്കുകയും ചെയ്യും. അതാണോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിലാണ് അവസാനം നരേന്ദ്രമോദി ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇനി എന്തായിരിക്കും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമല്ല രേണുകൾ. ശരി ഫൈസൽ.